സാധാരണ സംഘപരിവാറുകാർ ദേശസ്നേഹത്തിന്റെ പുറത്താണ് നമ്മളോട് വലിയ വാചകടിക്കുക. രാജ്യത്തിന് ഒരു മെഡൽ കിട്ടിയാൽ അത് മോഡിക്ക് കിട്ടിയ മെഡലാണ് എന്ന രൂപത്തിലാണ് വരിക. വിനേഷ് ഫോഗട്ടിന് മെഡൽ കിട്ടാതിരുന്നപ്പോൾ ആഹ്ലാദിച്ചവരാണ് സംഘപരിവാറുകാർ. അവർക്ക് മെഡൽ കിട്ടാതെ പോയതിന് ആര് കാരണക്കാരൻ 100 ഗ്രാമിന്റെ പ്രശ്നമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുണ്ടോ ഇല്ലയോ എന്നിരിക്കട്ടെ. ഏതായാലും വിനേഷ് ഫോഗട്ടിന് മെഡൽ കിട്ടിയില്ല എന്നതിൽ ആഹ്ലാദിച്ച് ഒരു കാലം നമ്മുടെ സംഘപരിവാറിനുണ്ട്. എന്താ കാര്യം? ബ്രിജ്ഭൂഷന് എതിരായി ഗുസ്തി വന്ന ആരോപണങ്ങൾ, സ്ത്രീകൾക്കെതിരായ അതിക്രമം അടക്കം ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് ബജ്രംഗ് പുനിയയും വിനേഷ് ഫോഗട്ടുമാണ്. 2 ഒളിമ്പ്യൻസാണ്. അതിന്റെ രോഷമാണ് തീർത്തത്. അതിൽ എന്തെങ്കിലും ഇടപെടൽ മറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അവർക്ക് മെഡൽ കിട്ടിയില്ലെങ്കിലും ഹരിയാനയിൽ അവരെ ഒരു സ്വർണ്ണ മെഡൽ കിട്ടിയ ആളേക്കാൾ ആവേശത്തോടുകൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടു. വലിയ തോതിൽ അവർക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട്. ആ പിന്തുണ കൂടി മുതലാക്കാനായിരിക്കും ബജ്രംഗ് പുനിയയും അതുപോലെ വിനേഷ് ഫോഗട്ടും കോൺഗ്രസിൽ ചേരുന്നുവെന്ന് രാഹുൽ ഗാന്ധിയെ കണ്ട് അറിയിക്കുകയും അവരുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്താ കുഴപ്പം? അവരുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. BJP വല്ലാതെ അങ്കലാപ്പിലായി. ബ്രിജ്ഭൂഷൺ പറഞ്ഞു, അയാൾ തോൽപ്പിക്കും, അവിടെ ആരെന്തായാലും തോൽക്കും. എന്നാൽ ഇയാൾക്ക് പോയി മത്സരിച്ചു. ബ്രിജ്ഭൂഷൺ പോയി മത്സരിക്കേണ്ട അവിടെ പറ്റുമെങ്കിൽ എനിക്കറിയില്ല അയാൾ അവിടുത്തെ കാരനാണോ. ഏതായാലും ഇപ്പോൾ യോഗേഷ് ബൈരാഗി എന്ന് പറയുന്ന ഒരു യുവസിംഹത്തിനെ വിനേഷ് ഫോഗട്ടിനെതിരായി അവിടെ രംഗത്തിറക്കിയിരിക്കുകയാണ്. സിറ്റിംഗ് MLA-മാരെയൊക്കെ മാറ്റി. സിറ്റിംഗ് MLA-മാരെ മാറ്റുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ആന്റി ഇൻകംബൻസി ഉണ്ട്. ആന്റി ഇൻകംബൻസി ഉള്ളത് കൊണ്ടാണ് ഇവന്റെ മുഖം കണ്ടാൽ അവൻ ഊട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ആളെ മാറ്റണം. ഏതായാലും വിനേഷ് ഫോഗട്ടിനെതിരായി മത്സരിക്കുന്ന യോഗേഷ് ബൈരാഗി അയാൾ ജയിക്കുമെന്നാണ് ഇവര് പറയുന്നത്. ജയിക്കുമല്ലോ എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അവിടുത്തെ ഒരു സാമൂഹ്യ സാഹചര്യം നമുക്കറിയില്ല. പക്ഷേ വിനേഷ് ഫോഗട്ട് ജയിക്കണമെന്ന് നമ്മളെല്ലാം ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു. കാരണം അവർ ദയനീയമായി ഒരു സ്ഥലത്ത് തോറ്റുപോയതാണ്. ദയനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നമുക്കൊക്കെ സങ്കടം ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് മെഡൽ കിട്ടേണ്ടതാണ്. 100 ഗ്രാമിന്റെ ശരീര വെയിറ്റിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഷെഡി മാറ്റിയിട്ടാൽ മാറുന്നത്ര വ്യത്യാസമുള്ളൂ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു ഷർട്ട് ഇടുന്നതിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിൻ്റെയോ. അപ്പോൾ അത് പരിഗണിച്ച് അവരെ സംരക്ഷിക്കാൻ പോലും സർക്കാർ ഉണ്ടായില്ല. അന്ന് അവർക്ക് വേണ്ടി വാദിക്കാനൊന്നും സർക്കാർ ഉണ്ടായില്ല. ഏതായാലും അവര് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ജയിക്കട്ടെ. ഹരിയാനയിൽ BJPക്കും പഴയ BJP സഖ്യകക്ഷി ഇപ്പോൾ അവരില്ല. JPJ എന്നൊക്കെ പറയുന്ന പാർട്ടികൾക്കൊക്കെ വല്ലാത്ത ഗതികേടിലാണെന്നാണ് JJP ഗതികേടിലാണെന്നാണ് പറയുന്നത്. കോൺഗ്രസിന് ഗുണമുള്ള ഒരു കാലമാണ്. പക്ഷെ അപ്പോഴും അവിടെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ശരിയായിട്ടില്ല എന്നാണ് അറിയുന്നത്. ആം ആദ്മി പാർട്ടിക്കും സാമാന്യം നല്ല വോട്ടുള്ള സ്ഥലമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ നാടാണ്. അതുകൊണ്ട് അത് എത്രത്തോളം BJPക്ക് ഗുണകരമാവും അല്ലെങ്കിൽ എതിരാളികൾക്ക് ഗുണകരമാവും എന്നറിയില്ല. ഏതായാലും വിനേഷ് ഫോഗട്ട് തന്റെ മണ്ഡലത്തിൽ ജയിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അവര് ജയം അർഹിക്കുന്നു എവിടെയെങ്കിലും.